മഹാത്മാ അയ്യൻകാളി. പരമേശ്വരൻ പിള്ള എന്ന ജന്മിയുടെ കാർഷിക അടിമയും തലപ്പുലയനുമായ അയ്യന്റെയും ഭാര്യ മാലയുടെയും മകനായാണ് കാളിയുടെ ജനനം. കീഴ്ജാതിക്കാരെ വഴി നടക്കാൻ അനുവദിക്കാത്ത പൊതുവഴികൾ കാളി തന്റെ മണികെട്ടിയ വില്ലുവണ്ടിയാൽ കീഴടക്കിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ആദ്യ സായുധ സമരവും പ്രാവർത്തികമാക്കി അയ്യൻകാളിയായി മാറുന്നു. സ്വജാതിയിൽപ്പെട്ട കുട്ടികൾക്കും വിദ്യാഭ്യാസം വേണമെന്ന ആവശ്യവുമായി സ്കൂൾ പണിയുന്നുണ്ടെങ്കിലും മേലാളന്മാർ അതിനെ തടയാൻ ശ്രമിക്കുകയും പലപ്പോഴും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. അതിൽ എതിർത്തുകൊണ്ടുള്ള ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രതിഷേധം കേരളത്തിലെ ആദ്യ കർഷക സമരമായി മാറുന്നു. സാധുജന പരിപാലന സംഘത്തിന്റെ നേതാവെന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന അയ്യൻകാളി പിന്നീട് പൂജാരി അയ്യന്റെ മകൾ പഞ്ചമിയുമൊത്തു ഊരൂട്ടമ്പലം സ്കൂളിൽ പോയെങ്കിലും പ്രവേശനം അനുവദിക്കുന്നില്ല. അന്ന് രാത്രി ആരോ സ്കൂളിലിട്ട തീ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലാപമാകുന്നു. തങ്ങളെ അടിച്ചമർത്താനും തിരിച്ചറിയാനുമുള്ള കല്ലുമാലകൾ ഉപേക്ഷിക്കാനുള്ള സ്ത്രീ സമരം ജന്മിമാർ പുലയക്കുടികൾ കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് പ്രതിരോധിക്കുന്നു. അനുരഞ്ജന ശ്രമത്തിൽ പങ്കെടുക്കുന്ന അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ പുലയ സ്ത്രീകൾ കല്ലുമാലകൾ ഉപേക്ഷിച്ച് ആ സമരം വിജയിപ്പിക്കുന്നു. ആധുനിക കേരളം നിർമ്മിച്ചെടുക്കാൻ സാമൂഹ്യനീതിയെ അടിസ്ഥാന ജനതയെ ബോധ്യപ്പെടുത്തിയ അവകാശ പോരാട്ടത്തിന്റെ പേരായിരുന്നു അയ്യൻകാളി.